ഇത് 2018 മോഡലാണ്. 2018 രണ്ട് ഷേപ്പിൽ വരുന്നുണ്ട്. ഇത് ന്യൂ ഷേപ്പിൽ വരുന്ന, പിന്നെ സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ ടയർ അതേപോലെ തന്നെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജുനൈദ് വിത്ത് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിത് പരിചയപ്പെടുന്ന ഒരു ഓട്ടോമാറ്റിക് ജാസ് ആണ്. വാഹനത്തിന്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ള, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റും അതേപോലെ തന്നെ ലൈക്കും നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഏതൊരു യൂസ്ഡ് കാറിനെ കുറിച്ചും അറിയാൻ താല്പര്യം, നിങ്ങൾ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും. അപ്പോൾ വാഹനത്തിന്റെ വിശേഷങ്ങൾ പറയാട്ടോ. ഇത് 2018 മോഡലാണ്. 2018 രണ്ട് ഷേപ്പിൽ വരുന്നുണ്ട്. ഇത് ന്യൂ ഷേപ്പിൽ വരുന്ന, അതായത് 2018 ലാസ്റ്റിൽ വന്നിട്ടുള്ള അടിപൊളി വണ്ടിയാണ്. പഴയ മോഡലല്ല, പുതിയ മോഡലിൽ വരുന്ന വാഹനമാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാത്ത 75,000 കിലോമീറ്ററിൽ കമ്പനി സർവീസ് ഉള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ വാഹനത്തിന്റെ ഓരോ ഭാഗങ്ങളും നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങൾക്കൊക്കെ പഴയ ഷേപ്പിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഹെഡ്ലൈറ്റ്, വിൻഷീൽഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ കമ്പനി ഇറങ്ങിയ അതേ രൂപത്തിൽ തന്നെയാണുള്ളത്. ടയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു 80% ഓടുള്ള ടയർ വരുന്നുണ്ട്. അലോവിയിൽ വരുന്നുണ്ട്. പിന്നെ റെഡ് കളറിൽ വരുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഉദിപ്പുള്ള ഒരു അടിപൊളി കളറിലാണ് വണ്ടി വരുന്നത്. സൈഡ് മിററൊക്കെ ഫോൾഡബിൾ ആണ് കേട്ടോ. മാത്രമല്ല ഇതിന്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ല ഭംഗിയിലുള്ള വണ്ടിയാണ്. പെട്രോൾ ആണെന്ന് കരുതിയിട്ട് ഹോണ്ടയുടെ വണ്ടികൾക്ക് പെട്രോൾ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ ഡീഫോഗർ വരുന്നുണ്ട്, പുറകിലേക്ക് വൈപ്പർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ക്യാമറ വരുന്നുണ്ട്. നമ്മൾ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി പാർസൽ ട്രേ വരുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ ടയർ അതേപോലെ തന്നെ ഉണ്ട്. അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ 5 ടയറും അത്യാവശ്യം നന്നാക്കി ഓടാനുള്ളതുണ്ട്. പിന്നെ കമ്പനിയിൽ നിന്ന് ഈ ഒരു ഡിക്കി ഡോറ് റീപ്ലേസ് വന്നിട്ടുണ്ട്. ഹിസ്റ്ററിയിലുള്ളതാണ്. യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. വാഹനത്തിന്റെ ബാക്കിൽ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. മുകളിലേക്ക് കയറിയിട്ടുള്ള ടൈപ്പാണ്. പിന്നെ റെഡ് കളർ നല്ല ഭംഗിയാണ്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. ഒരു ഫാമിലി യൂസ് വണ്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആട്ടോ VX ആണ്. വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ മൂന്നാൾക്ക് സുഖമായിട്ട് നല്ല വലുപ്പത്തിൽ ഇരിക്കാൻ പറ്റും. നല്ല ലെഗ് റൂം ഉണ്ട്. പുറകിൽ പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു ഫാമിലി 3-4 ആൾക്കാർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ അതേപോലെ തന്നെ പവർ വിൻഡോന്റെ ബട്ടൺ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് മിറർ വരുന്നുണ്ട്. അതേപോലെ ഫോൾഡബിൾ ആണ്. ലോക്ക് അൺലോക്ക് ബട്ടണൊക്കെ ഡോർമിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. CVT ഗിയർ ബോക്സ് ആണ്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന ഗിയർ ബോക്സ് ആണ് CVT ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. കാരണം വണ്ടി പുറകിലേക്കൊന്നും ഇറങ്ങാതെ നല്ല രീതിയിൽ സുഖമായിട്ട് എടുത്തു പോകാൻ പറ്റും. നമ്മൾ ആ ഒരു ഗിയർ ചേഞ്ചിങ്ങിന്റെ ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള 2018 ന്യൂ ഷേപ്പിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള ഹോണ്ടയുടെ അടിപൊളി ജാസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം ഉള്ളത് മലപ്പുറത്താണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അതേപോലെ കൂടുതൽ വാഹന വിശേഷങ്ങൾ നമ്മുടെ യാർഡിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ ഏതൊരു വാഹനത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും. ഈ ഒരു വാഹനത്തിന്റെ വില വരുന്നത് 7,10,000 രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. മാക്സിമം ലോണും ചെയ്തു തരാൻ പറ്റും. നിങ്ങൾക്ക് വിശ്വസിച്ചൊരു വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ 2018 മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്ന ജാസ് ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും വിളിക്കുക. ഇത്രയും സമയം നിങ്ങളെ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.